Hello, hi, good morning. Hello, hi. Good morning, all. ഞാൻ എന്താ പറയുക കുറച്ച് ചെറിയ ചെറിയ പരിപാടി മീൻസ് ഞാൻ എൻ്റെ കണ്ണൂരായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഫാമിലി അങ്ങനെയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തിരക്കിലായിരുന്നു ഞാൻ. പിന്നെ അതിനിടയ്ക്ക് നന്നായിട്ട് കോൾഡ് പിടിച്ചു. സോ ലൈവ് വരാൻ പറ്റിയില്ല. പിന്നെ അധികം ഫാമിലി കൂടെ ഉണ്ടാവും, അല്ല പിന്നെ ഫാമിലീസിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ ടൈം. അപ്പോൾ എനിക്കങ്ങനെ ലൈവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരായിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാട്ടോ. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് മീൻസ് ഞാനിത് കൂടുതൽ ഡേയ്സും ഞാൻ ഈസി ഇതും ഇടുന്നതാണ്. ഈ ഷോർട്സ് ഫസ്റ്റ് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. എല്ലാം മര്യാദയ്ക്ക് എടുത്തു വെക്കട്ടെ. അതിലേക്ക് കിച്ചൺ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ബോക്സൊക്കെ ഞാൻ ഇതിനുള്ളിൽ വെക്കാറില്ല. കാര്യം എനിക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ബട്ട് ഇവിടെ ആ കബേർഡ്സിൽ ഫുള്ള് സാധനങ്ങളാണ്. അപ്പോൾ കബേർഡ്സിൽ എത്താത്ത സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്. പക്ഷെ അതെല്ലാം വലിയ ബോക്സ് അല്ലേ, അതുകൊണ്ടാണ് രാവിലത്തെ നല്ല വിശപ്പ് തുടങ്ങിയല്ലേ. ഞാൻ വീട്ടിൽ കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്ന കുട്ടിയാണ്. നേരത്തെയൊക്കെ എഴുന്നേൽക്കും. 8 മണിക്കൊക്കെ 8 മണി എൻ്റെ നേരത്തെ ഒന്നും അറിയാൻ പറ്റില്ല. എന്നാലും എൻ്റെ നേരത്തെയാണ്. വീട്ടിലുള്ളപ്പോൾ 7 മണി 8 മണി അങ്ങനെയെല്ലാം എഴുന്നേൽക്കും കേട്ടോ. ഇവിടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 8 മണി 8:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റു. പിന്നെ മടി പിടിച്ച് പിന്നെ ആദ്യം കിടന്നായിരുന്നു. ഫോൺ പ്ലീസ്. ഓക്കെ, എൻ്റെ ട്രൈപോഡ് ഇവിടെ എത്തിക്കാൻ ഒരു ഗുണമുണ്ട് കേട്ടോ. ട്രൈപോഡ് ഉള്ളതുകൊണ്ട് ഒരു വലിയൊരു ഗുണമാണ്. അവിടെയൊന്നും ഞാൻ വിചാരിക്കുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം ട്രൈപോഡ് എടുത്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പം പിന്നെ പക്ഷെ ഇതൊക്കെ എടുത്ത് നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് വേറെ
ട്രൈപോഡ് ഇല്ലാതപ്പോൾ ഭയങ്കര മിസ് ചെയ്യും. ട്രൈപോഡ് വേണം. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എൻ്റെ ചായ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കണേ. ഞാനും ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു മീൻസ് എൻ്റെ ഒരു ഇപ്പോൾ കുറച്ചായിട്ട് ഹെയർ നല്ല വൃത്തിക്കിരിക്കുന്നു കേട്ടോ. കാര്യം വീട്ടിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച് അങ്ങനെ മറ്റേ നമ്മുടെ അലോവേറ യൂസ് ചെയ്യാം. പിന്നെന്താ മറ്റേ ചെമ്പരത്തിയുടെ താളി അതൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഹെയർ നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ പോയപ്പോൾ ഫുൾ എങ്ങനെ വെച്ചാൽ ഹെയറിന് ഇടയ്ക്ക് ഇങ്ങനെ ഓയിലിട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. കാര്യം അവിടെയാണല്ലോ കൂടുതൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം കൂടി നല്ല വെള്ളമാണ് അവിടുത്തെ വീട്ടിലത്തെ. അപ്പോൾ വെള്ളം നല്ല എന്താ പറയുക തണുത്ത വെള്ളമായിരിക്കും, കിണറിലത്തെ വെള്ളം. അപ്പോൾ നല്ല തണുത്ത വെള്ളം. സോ ഭയങ്കര റിഫ്രഷാണ്. അങ്ങനെ വീട്ടിൽ കുറച്ച് നല്ല അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റാണ്. ഇപ്പോൾ ഹെയറും ഒക്കെയാണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഹാരമല്ല
ഇത് കിച്ചണിലിങ്ങനെ കയറിയിട്ടേ ഉള്ളൂ. എനിക്ക് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കണം. Please remove filter. Okay, filter remove ചെയ്യാം. എൻ്റെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഒരു ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കണ്ണിൽ ഞാൻ തന്നെ കുത്തിപ്പോയി. ഓർഡർ സ്വിഗ്ഗി ഓർ സൊമാറ്റോ. ഇപ്പോൾ കുറച്ചായിട്ട് സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും ഓർഡർ ചെയ്യാറില്ല. കുറച്ച് വീട്ടിലത്തെ ഞാൻ ഉണ്ടാക്കണല്ല, ലൈക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇപ്പം കുറേ ആയിട്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ മാറിയിട്ട് ലൈക്ക് അങ്ങനെയല്ല, ഹോംലി ഫുഡ് തന്നെ കഴിക്കാം. ബട്ട് എന്താ പറയുക, കുറച്ച് ഹെൽത്തി സംഭവം കഴിക്കാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ അധിക ദിവസം ചോറ്, കറി, മീൻ പൊടിച്ചത്, തൈര്, വെജിറ്റബിൾ കറി അങ്ങനെ തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് ദിവസം എന്തായാലും ചോറ് കഴിച്ചതിന് മുന്നേ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കുറച്ച് കാലമായിട്ട് ഈ സാധനം കുടിക്കാതെ കൊണ്ട് ടേസ്റ്റ് കിട്ടുന്നില്ല. ടേസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഒരു ആയുർവേദിക് പൗഡറാണ് അത് ആക്കിയതാണ്. ഞാൻ കുറേ ആയിട്ട് കഴിച്ചില്ല. കുറേ ആയിട്ട് മീൻസ് എക്സ്പയറി ഡേറ്റ് ഒന്നും ആയിട്ടില്ല. എന്തായാലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ രീതി മാറിപ്പോയി, അതാണ്. ഓക്കെ, സോ ഞാൻ കുടിക്കുന്നില്ല. നെക്സ്റ്റ് ചായ ഉണ്ടാക്കാം. ഇത്ര ദിവസം ചായയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ ഇന്നൊരു വെറൈറ്റിക്ക് ചായ വേണ്ടാന്ന് വിചാരിച്ചാൽ എനിക്കായിരുന്നു. മുടി രാവിലെ ആയതുകൊണ്ട്
രാത്രി മാത്രമേ ഞാൻ പിന്നീടുള്ളൂ, രാവിലെ ആകുമ്പോഴേക്കും ഞാൻ അഴിച്ചിടും. ഞാൻ എഴുന്നേറ്റിട്ട് ഫേസൊന്നും വാഷ് ചെയ്തിട്ടില്ല, ബ്രഷും ചെയ്തില്ല. ബ്രഷ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ചായ അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുള്ളൂ. മുന്നേ ആദ്യം ബ്രഷ് ആയിട്ടാണ് ചായ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ചായ കുടിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നു. കോൾഡ് ഇപ്പം കുറച്ച് സമയമായിട്ട് വന്നതാണ്. മാറിയായിരുന്നു കോൾഡ്, മൊത്തത്തിൽ കുഴപ്പമില്ലായിട്ട് മാറിയായിരുന്നു. മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മാറിയായിരുന്നു. പിന്നെ അതും എന്തെങ്കിലും ചെറിയ സീൻ വരുമ്പോൾ അപ്പം തന്നെ വരും. നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എന്താ ഉണ്ടാക്കാന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടാണ് കഴിക്കുക, ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്നില്ല. കേരള ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ കട്ടൊക്കെ ചെയ്തേക്കും കഴിക്കും, നട്സ് കഴിക്കും, അങ്ങനെയുള്ള പരിപാടിയാണ് ഇന്നത്തെ. എനിക്കാണെങ്കിൽ ചായ ഞാനിന്ന് പാല് വാങ്ങിച്ചിട്ടില്ല. മറ്റേ ടെട്രാ പാക്കിൻ്റെ പാലുണ്ട്. എനിക്ക് ടെട്രാ പാക്കിൻ്റെ പാലിലെ ചായ കൂടുതൽ ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ഞാൻ കൊണ്ടുവന്ന ഒരു മിൽക്ക് പൗഡർ ഉണ്ട്. മിൽക്ക് പൗഡർ എനിക്കൊന്ന് ടെട്രാ പാക്കിൻ്റെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് മിൽക്ക് പൗഡറിൻ്റെ ഇഷ്ടമാണ് ചായ. പിന്നെ മറ്റേ മറ്റേ ശരിക്കുള്ള പാലിന് ഇഷ്ടമുള്ളൂ. മിൽക്ക് പൗഡർ എനിക്കിഷ്ടമാണ്. മിൽക്ക് പൗഡർ ഞാൻ ലിഡോവാണ്. ലിഡോയിലെ മിൽക്ക് പൗഡർ എനിക്കിഷ്ടമാണ്. പിന്നെ മിൽക്ക് പൗഡറിൻ്റെ ഉണ്ടാക്കാം. ചായ അടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. മറ്റേ കപ്പിൻ്റെ ഇഷ്ടമല്ല, ഇഷ്ടം കുറവാണ്.
ഇത് ഞാൻ വാഗമണ് പോയപ്പോൾ വാങ്ങിച്ചതാണ്. വാഗമണ് പോയപ്പോൾ അവിടെ നിന്ന് ബ്രാൻഡിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചായപ്പൊടി നല്ല ഫ്രഷ്. പിന്നെ കുറച്ച് ഏലക്കായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ചായ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കുറച്ച് ദിവസമായിട്ട് ഇതില്ലാതുകൊണ്ട് ഞാൻ ഇന്നലെ എത്തിയത് കൊച്ചി. സോ ഇവിടെ എല്ലാം വാങ്ങിക്കണൊക്കെ ഒന്നും വാങ്ങിച്ചില്ല, പിന്നെല്ലാം വാങ്ങിക്കണൊക്കെ ഉള്ളു ഇവിടെ. സോ അതാണ് കാര്യം. അതുകൊണ്ട് പാലെല്ലാം വാങ്ങിക്കണം. ഡയറ്റ് പ്ലാനൊന്നും ഇല്ല. ഡയറ്റ് പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഉള്ളത്. Good morning, good morning. ചുമ്മാ പാത്രം എടുത്ത് തിന്നാൻ ഇഷ്ടട്ടോ. പണ്ട് ചെറുപ്പത്തിൽ മറ്റേ പാൽപ്പൊടിയൊക്കെ ഇങ്ങനെ തിന്നായിരുന്നു. അമൂലിൻ്റെ അമൂലിൻ്റെയാണ് കൂടുതൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാനുണ്ട് പറയാം. Abraham ഞാൻ ചെയ്തു വെച്ചാൽ മതിയല്ലോ, ഇതൊക്കെ ഇറങ്ങണമല്ലോ. അതാണ് ഞാനും നിങ്ങൾക്കുള്ള വെയിറ്റിംഗ് തന്നെയാണ്. ചെയ്തു വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇറങ്ങാനുണ്ട്. മീൻസ് സീരീസ് ഒന്നല്ല, ലൈക്ക് സീരീസ് ടൈപ്പ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ലൈക്ക് അത് ലൈക്ക് സീരീസ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് എന്തായാലും അടുത്ത എപ്പിസോഡ് ഉണ്ടാവുള്ളൂ. അത് മേ ബി പെട്ടെന്ന് തന്നെ ഇറങ്ങുമായിരിക്കും. അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ മൂവീസ് തന്നെയാണ് ചെയ്തത്. ഒരു സീരീസ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് ബാക്കി ഉണ്ടാവും.
എന്തായാലും നോക്കാം. ലൈക്ക് എന്താ പറയുക, അത് ചെറിയൊരു സംഭവം ചെയ്തതാണ്. ചെറിയ എന്താ പറയുക, നമ്മൾ ഓൾറെഡി അറിയുന്ന, എനിക്ക് ഓൾറെഡി പരിചയമില്ല, അങ്ങനെ ഒരു ടീമായിട്ട് ചെയ്തതാണ്. നോക്കാം. ഒരു എന്താ പറയുക, റീൽസൊക്കെ എടുക്കില്ലേ, ആ ഒരു രീതിയിൽ എടുത്തതാണ്. റീൽസ് അല്ല, ആദ്യം റീൽസ് പ്ലാൻ ചെയ്ത്, പിന്നെ മാറി ഇപ്പം എന്താ പറയുക, ആ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, സീരീസ് പോലെ. എന്നാലും ഫസ്റ്റ് എപ്പിസോഡ് എഡിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പെട്ടെന്ന് റിലീസ് ചെയ്യണം. അതാണ് ചെറിയൊരു സംഭവം, ചെറിയൊരു എന്താ പറയുക, ഇങ്ങനെ റീലൊക്കെ ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. പിന്നെന്താ, പിന്നെ മൂവിയൊക്കെ ഇച്ചിരി സീരിയസ് ആണ് കേട്ടോ, സീരിയസ്. പക്ഷെ ആക്ടിങ് വൈസിൽ വരുമ്പോൾ ഭയങ്കര അതിനല്ല, കുറച്ച് എന്താ പറയുക, കുറച്ച് കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നോർമൽ ക്യാരക്ടർ ചെയ്തത് ഒരു തമിഴാണ്, ഒരു എന്താ പറയുക, അതായത് മറ്റേതൊക്കെ കുറച്ച് സീരിയസ് ആകുമ്പോൾ ലൈക്ക് അക്സെപ്റ്റ് ചെയ്യുമല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് ഫോർ ആക്ടിങ് അത് നല്ല അത്. ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇപ്പം കുറച്ചായിട്ട് കറക്റ്റ് ടൈം നല്ലോണം മുന്നിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം കുറച്ച് ലേറ്റാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്ലാൻ ചെയ്തില്ല, എന്താ കഴിക്കണമെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല, എന്താ കഴിക്കേണ്ടതാണ്. ഇപ്പം ഇതിലുള്ളത് ബനാന ഉണ്ട്, ഉണ്ട് പഴം, പിന്നെന്താ പറയുക, നട്ട്സ് ഉണ്ട്. ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കും. ദെൻ ഓക്കെ, ഓട്സ് ഉണ്ടായിരുന്നു, ഓട്സ് ഇല്ല. അങ്ങനെ ഓട്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ കെലോഗ്സൊക്കെ കഴിഞ്ഞു എല്ലാം വാങ്ങിക്കും. കെലോഗ്സ് ഇവിടുന്ന് ഓക്കെ. അതാണ് പറഞ്ഞത്, ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ ഫുഡ് കഴിക്കാറ് കുറവാണ്. ലൈക്ക് അപ്പം ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ വെച്ച് തന്നതിന്. പിന്നെ എന്തായാലും പുറത്തത്തെ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാര്യം കഴിച്ചു പോകും. പക്ഷെ കുറക്കും, അതായത് ഇപ്പം ഞാൻ പുറത്തത്തെ ഫുഡ് കുറച്ച് കുറച്ചിട്ടുള്ളത്. ജിമ്മിന് കുറച്ചായിട്ട് പോവാറില്ല, ആരെ ചോദിച്ചാൽ വിഷമമാണ്. കുറച്ച് ദിവസമായിട്ട് പോവാറില്ല, കാരണം ഞാൻ കണ്ണൂരായിരുന്നു. കണ്ണൂരിൽ ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യായിരുന്നു. ഇന്നലെ വർക്കൗട്ട് ചെയ്യില്ല, 2 ദിവസം ഇന്നലെ 2 ദിവസം 3 ദിവസം അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക, ഉള്ളിലും വർക്കൗട്ട് ചെയ്യും, വീട്ടിൽ ഉള്ളിലും വർക്കൗട്ട് ചെയ്യാറുണ്ട്, വീട്ടിൽ പുറത്ത് വർക്കൗട്ട് ചെയ്യാറ്. എന്താ വെച്ചാൽ നല്ല രസമാണ്, നല്ല കുറേ സ്പേസ് അല്ല ഓടാനും ഒക്കെ, നല്ല സ്പേസ്. അതുകൊണ്ട് ലൈക്ക് എന്താ പറയുക, സ്ക്വാട്ട് അങ്ങനത്തെ പിന്നെ അതൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ചുമ്മാ കാലറി ബേൺ ചെയ്യും.
സോ വീട്ടിൽ കുറച്ച് ഫുഡൊക്കെ അടി കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി തടി വന്നോന്നറിയില്ല. തടി അത്രയും വരില്ല, പക്ഷെ എന്നാലും അധികം തടി വരില്ല, എന്നാലും ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടുണ്ടാവുന്നതാണ്. വെയിറ്റ് പിന്നെ കാപ്സ് ചോറൊക്കെ അധികം ചോറ് കഴിച്ചു പോകുന്നതാണ്. കഴിക്കാനും പ്ലാൻ ചെയ്തിട്ടൊന്നും കഴിക്കുന്നതല്ല, കൺട്രോൾ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കാറില്ല. കാര്യം നല്ല കറികളൊന്നും ഇരിക്കുന്നാകുമ്പോൾ കഴിച്ചു പോകുന്നുണ്ട്. ഔട്ട്സൈഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പണിക്ക് കിട്ടും, അതൊരു ടെൻഷനുണ്ട്. പിന്നെ കുറക്കാനാണ് നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും അങ്ങനെ അധികം കഴിക്കില്ല. ഞാൻ കുറച്ചായിട്ട് നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലൈറ്റായിട്ട് അങ്ങനെയും ഒരു ഇതുണ്ട്. ലൈക്ക് നമ്മളിപ്പം അധികം ഓവറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നും ഇപ്പോൾ ഇല്ല മീൻസ് അങ്ങനെ കഴിക്കണം നിർബന്ധമില്ല. സോ ഞാൻ ലൈറ്റായിട്ട് കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. കുറച്ച് ദിവസം എന്തായാലും ലൈറ്റായിട്ട് കഴിക്കും, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നല്ല ചൂട്. ഉണ്ട് കേട്ടോ. കേരള ബ്രേക്ക്ഫാസ്റ്റിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കേരള ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പുട്ടുപൊടിയുണ്ട്, പിന്നെ പത്തൽപ്പൊടിയുണ്ട്, അങ്ങനെ എല്ലാ ദോശയുണ്ട്, എല്ലാം ഉണ്ട്. ദോശ, ഇഡ്ഡലി, അതിൻ്റെയൊക്കെ സാധനങ്ങൾ ഇപ്പം ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല. നട്ട്സ് ഇരിപ്പുണ്ട്, പഴം ഇരിപ്പുണ്ട്, പിന്നെ കലാപ്സ് തീർന്നു പോയി.
അല്ലെങ്കിൽ ഓട്സിൽ ഇങ്ങനെ നട്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട്. അത് പിന്നെ കലോക്സ് ഇവിടെ കുറേ കലോക്സ് ഇരിപ്പുണ്ടായിരുന്നു. ആവശ്യമില്ലാണ്ട് ഇരിപ്പുണ്ടായി. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ കൂടുതൽ കലോക്സ് ഇങ്ങനെ അത് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് വെച്ചിട്ട് ഞാനത് വീട്ടിലൊക്കെ കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇല്ല, വീട്ടിലൊക്കെ കൊടുത്തു. ഞാൻ പിന്നെ ഇവിടെ ഉണ്ടോ ഇല്ലൊന്നും നോക്കില്ല. പിന്നെ ഈ കലോക്സൊക്കെ കുറച്ച് അധികം ഇങ്ങനെ വെക്കാനുണ്ട്. അധികം വെക്കാൻ പറ്റില്ല എന്നല്ല, പെട്ടെന്ന് തീർക്കണമല്ലോ, അതിങ്ങനെ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. സോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്യണത്രേ ഉള്ളൂ. സോ ഉള്ളത് വെച്ചിട്ട് ഞാൻ എൻ്റെ കഴിക്കാം. അതാണ് പറ്റുന്നത്. ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴവും കഴിക്കാൻ പോവാം. പിന്നെന്താ, നട്ട്സ് ഇരിപ്പുണ്ട്. നട്ട്സ് ഇപ്പോൾ തിന്നാനൊന്നും മൂടില്ല. പിന്നെ ഒരു ഇതുണ്ട്, പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ കാച്ചിട്ട് കുടിക്കാനുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. ലൈക്ക് എന്താ പറയുക, അതൊരു പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ വെള്ളത്തിലിട്ട് കാച്ചിട്ട് കുടിക്കണം. അതില്ല, അതാണ് അത് കുടിക്കാറുണ്ട്. അത് ഉണ്ട് ജസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് കുടിക്കാനുള്ള പ്ലാൻ. ലൈറ്റ് ഓക്കെ. സോ ഞാൻ എൻ്റെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഐ ഗസ് ഞാൻ കുറച്ചായിട്ട് എനിക്ക് ഫോട്ടോസ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ ഇച്ചിരി ഫാമിലി പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റാറില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ലൈവ് വരാനും സംസാരിക്കാനൊന്നും പറ്റാറില്ലായിരുന്നു. സോ ഞാൻ ഇന്നാണ് കൊച്ചിയിൽ ഞാൻ വന്നത്. അപ്പോൾ ഇനി ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് എനിക്കൊരു പ്രൈവസി, പിന്നെ എന്താ പറയുക, ആ ഒരു മൂഡൊക്കെ വേണം. ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച്
ഫാമിലിയിലൊരു ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ പറയുക, കുറച്ച് ആ ഒരു ഫങ്ഷൻ ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, പിന്നെ അങ്ങനെ നമ്മളെന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മളത്രയും ഫാമിലിയുള്ള ഒരാളുണ്ടാകുമ്പോഴേക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴാണൊന്ന് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് കുറവായിരുന്നു. സോ ഞാൻ അല്ലാത്ത ടൈമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ ഒരു 1 മന്തിൽ ഞാൻ കുറേ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും ഓരോരു പ്രശ്നം, എല്ലാവരും മനുഷ്യന്മാരല്ലേ, സോ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സോ അല്ലാത്ത ടൈം ഞാൻ ആക്റ്റീവായിട്ടുള്ള സമയം കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, ലൈവ് വരാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. സോ അതൊരു ഇതായിട്ട് തോന്നില്ല. ലൈക്ക് ഞാൻ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ദിവസം വരാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പറയും, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തുകൊണ്ടാണ് വരാതിരുന്നതിൻ്റെ റീസൺ ഇതാണ്. പിന്നെ കുറച്ച് ദിവസം വരാണ്ട് കഴിഞ്ഞാലും എന്താ പറയുക, ഞാൻ അതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കണ്ടൻസ്. സോ ഇപ്പോൾ ലൈവ് വരുവാണെങ്കിലും വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ റിക്വസ്റ്റ് ആയിക്കട്ടെ, ഞാൻ ബ്രഷ് ചെയ്യണം, കുറച്ച് പരിപാടികളുണ്ട്. ബൈ ഗൈസ്, സീ യു.